ഗായ്സ് അപ്പോൾ നമ്മൾ പെട്ടുപോയൊക്കെയാണ് ഗായ്സ്. ഞങ്ങളൊരു കോളനിയുടെ ഉള്ളിൽ പെട്ടുപോയൊക്കെയാണ്. ഞങ്ങൾ ബസ് സ്റ്റാൻഡ് തപ്പി ഇറങ്ങിയതാണ്. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു. ലാസ്റ്റ് അവിടെ ഉള്ളൊരു ലോക്കൽ ചേച്ചി തന്നെയാണ് പറഞ്ഞത് ആ വഴി പൊക്കുമെന്ന്. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ചു ഗായ്സ്. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് ബസ് കയറി. അവിടുത്തെ KSRTC ബസ്സിലാണ് പോണത്. അപ്പോൾ ഒരു വലിയ ജേണിയാണ് ബസ് യാത്ര. ഒരു 3 മണിക്കൂറത്തെ ബസ് യാത്ര ഉണ്ട്. 300 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ അവിടുത്തെ റോട്ടിൽ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വില്ലേജിലേക്കാണ് പോണത്. അപ്പോൾ ഒട്ടും തിരക്കുണ്ടാവില്ല. കാടിൻ്റെ നടുക്കേ കൂടി ഒരു ഹൈവേ NH ആയിരിക്കും. അപ്പോൾ NH കൂടി നാഷണൽ ഹൈവേ ആയിരിക്കും. അപ്പോൾ നാഷണൽ ഹൈവേ കൂടി ഞങ്ങളുടെ ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാടിൻ്റെ നടുക്കേ കൂടി പോകണോടത്തും അധികം ക്രൗഡ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മഹാരാഷ്ട്രയുടെ കൂടുതൽ വിശേഷങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലെ ക്രൗഡ്. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു പണി പറ്റി ഗായ്സ്. ഞാൻ ഒരു വില്ലേജിൽ എത്തിയപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഗായ്സ്. ഞങ്ങളുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ചായ കുടിക്കാൻ പറ്റി. അത് വേറൊരു കാര്യം. കണ്ട ബസ് കിടക്കുന്ന കിടപ്പ് കണ്ട, അതാണ് കണ്ടക്ടർ വിളിച്ച് അടുത്ത ബസ് എപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കേണ്ട എപ്പോഴാണ് അടുത്ത ബസ് എന്ന്. അപ്പോൾ 15 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും ചേച്ചിയുടെ 15 മിനിറ്റ് ആയിട്ടില്ല. 1.5 മണിക്കൂറായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ചായക്കട. അപ്പോൾ ഇവിടുത്തെ ചായയുടെ പൈസ എത്രയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇത്രേ ഉള്ളൂ ചായ. എൻ്റെ 2 വിരലിൻ്റെ അത്രേ ഉള്ളൂ ചായ ഗ്ലാസ്. പക്ഷേ നിങ്ങൾക്ക് പൈസ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എത്ര രൂപയാണ് ഞാൻ ഈ കുടിച്ച ചായക്കുന്ന്. അപ്പോൾ നമ്മൾ വില്ലേജിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം എല്ലാവരുമായിട്ട് ഇരുന്ന് ചായയൊക്കെ കുടിക്കുക. അതും ഒരു നല്ല ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ബാർബർ കടയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ടാറ്റാ.